ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ കൂടാതെ ഇനി അത് സൗഖ്യമാകത്തില്ല. കാലറ്റുപോയി. അവൻ നിന്ന് കരയുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും. എന്റെ കാലിരിക്കുന്നത് നിങ്ങളത് കാണണം കേട്ടോ, എന്നാലേ അത് മനസ്സിലാവത്തുള്ളൂ. എനിക്കിഷ്ടമല്ലായിരുന്നു. ഞാൻ വഴക്കം പറഞ്ഞിട്ടുണ്ട്. അവിടെ സീറ്റ് ഇരുന്നപ്പോൾ എൻ്റെ കാലിന് തണുപ്പ് അനുഭവപ്പെട്ടു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല. വന്നേ, ഭാര്യ ഒത്തിരി നിർബന്ധിച്ചിട്ടാ വന്നത്. നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം, ഇനി എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു വെച്ചാ വന്നിരിക്കുന്നേ. ഇനി എന്നോട് പറയരുത്. ആ വാചകം തിരിച്ചെടുത്താൽ ഞാൻ പ്രാർത്ഥിക്കാം. തിരിച്ചെടുത്തു. നീ ഇവളോട് പറയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. നിന്റെ ജോലി പ്രശ്നമോ, നിനക്ക് എങ്ങനെയാ ഇനി മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാതെ നീ നിൽക്കുന്നേ. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇന്ന് നീ വിശ്വസിക്കുന്നു ജൂലൈ 12 മുമ്പ് ചില വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. നിനക്കൊരു പ്രശ്നമുണ്ട്, ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം ഷോൾഡറും കൈക്കകത്തൊരു കഴപ്പ് വരും നിനക്ക്. അതുമാത്രമല്ല, നെഞ്ചിനകത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അത് അസുഖമായിട്ടൊന്നും നിനക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു നിന്റെ വീട്ടിൽ ഒരു ആളുണ്ടാകാൻ പോവുക അല്ലേ. ഒരു കുഞ്ഞുങ്ങളെ ഉണ്ടായാൽ എൻ്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി എന്താ നീ സ്വയം ചിന്തിച്ചു പോവുക. എന്നാൽ ആരാധനയ്ക്ക് നീ വരുന്നുവെങ്കിൽ ഇന്നു മുതൽ നിന്റെ കാര്യങ്ങൾ മാറും. അല്പനേരം ദൈവത്തെ സ്തുതിച്ച് എടാ മോനെ, ഈ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും നിന്റെ ലൈഫിലുണ്ടായോ? അപകടമോ ആക്സിഡന്റോ എന്തെങ്കിലും ഉണ്ടായോ? ആക്സിഡന്റ്. എവിടെ നിനക്ക് പ്രയാസം ഉണ്ടായേ? ഈ കാലിൽ എത്ര കാലുകൊണ്ട് നിനക്ക് നടക്കാൻ ഒക്കത്തില്ലേ ഇപ്പോ? നീ ഒരു കസാര എടുത്തോടനെ. എടാ ഞാനൊരു ചോദ്യം, നീ വീട്ടിൽ നിന്ന് വാദിച്ചില്ലേ പറഞ്ഞേ ഇത് പ്രാർത്ഥിച്ചാൽ സൗഖ്യമോന്ന് നീ സ്വയം ചോദിച്ചില്ലേ? ചോദിച്ചു. നീ ഇന്ന് സൗഖ്യമായാൽ യേശുവിനോട് ജീവിക്കുവോ? ഈ കാലം കൊണ്ട് കയറ്റിപ്പോയി. നിങ്ങളും കൂടെ ഈ കാല് കാണണ ഇവന് നടക്കാൻ പ്രയാസമോ? ഇവന്റെ പാദം ഉറക്കത്തില്ല. കാലിനകത്തൊരു വിറയിൽ വരും. കാൽ ഉറപ്പിച്ച വേദനയുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴും നീ മുടന്തിയാ വന്നേ. പക്ഷെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിനക്കൊരു അനുഭവം ഉണ്ട്. നിന്റെ പുറകിൽ നിൽക്കണവൻ്റെ നിന്റെ ശരീരത്ത് മുഴുവൻ ഒരു വിറയിൽ വന്നു. നിനക്ക് അറിഞ്ഞൂടെ ആ വിറയിലേ? അറിയാം. ഇപ്പൊ അത് നേരെ കാലിലേക്ക് വിറയിലായിട്ട് അറിയാം. നിന്റെ കാല് വിറയ്ക്കുന്നത് നിനക്കറിയാവോ? പറയടാ. നിന്റെ 2 കരമൊന്ന് ഉയർത്തിക്കേ. യേശുവേ, അങ്ങയുടെ എല്ലാ സാന്നിധ്യം എൻ്റെ മേൽ വ്യാപരിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശക്തി കാണാൻ കഴിയുന്നതാണ്. കേൾക്കാമെന്ന് മാത്രമല്ല, കാണാൻ കഴിയും. അതൊരാളെ സൗഖ്യമാക്കാൻ ശക്തമാണ്. കർത്താവെ, അങ്ങയുടെ ശക്തി ശരീരത്തിൽ വ്യാപരിക്കട്ടെ. ഞാൻ പിടിച്ചോണ്ടിരുന്നപ്പോൾ 2 പ്രാവശ്യം ഒരു കുളിര് പോലെ നിന്റെ കാലിൽ പോയി. ഇനി കാല് ചവിട്ട്, നടക്ക്. നീ പറ, വേദനിക്കുന്നോ ഇല്ലയോ നീ പറ. നീ ആ സ്റ്റെപ്പ് പോയി ഒന്ന് കയറ്, ഒന്ന് കൈയടിച്ച്. എൻ്റെ കാലിരിക്കുന്നത് നിങ്ങളത് കാണണം കേട്ടോ, എന്നാലേ അത് മനസ്സിലാവത്തുള്ളൂ. നീ ആ കാലിച്ച് കാണിച്ചവരെ, അവൻ്റെ കാലിലുണ്ടായ സൗഖ്യം നിങ്ങളും കൂടെ ഒന്ന് കണ്ടോ? കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. വാ, ഒന്ന് ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഇവൻ സ്റ്റെപ്പ് കയറോടി മോളെ. മുണ്ടി കയറത്തുള്ളായിരുന്നു. വേദനയായിരുന്നു. ഇവ എന്നോട് പറഞ്ഞതാ, ഇന്നും കൂടെ ഞാൻ വരത്തുള്ളൂ, എൻ്റെ കാല് സൗഖ്യമായാലും നീ എന്നെ വിളിച്ചേക്കരുത്. വഴക്കുണ്ടാക്കിയ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഒരു ഞായറാഴ്ച നീ മുടങ്ങരുത്. നിന്റെ കാല് സൗഖ്യമായെങ്കിൽ നിന്റെ കൂട്ടുകാരോട് ചെന്ന് പറഞ്ഞ് അവരെയും കൂടെ യേശുവിലേക്ക് കൊണ്ടുവരണം കേട്ടോ. എടാ, ഇത് മതമല്ല.
നിന്റെ ഭാര്യയോട് നീ പറയത്തില്ലേ ഇത് പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പാസ്റ്റർമാരെന്ന്? പറയാം. ഇനി നീ എങ്ങനെടാ പറയുന്നത്? പറ്റിക്കാനാണോ പറയുന്നത്? ഇത് നിന്റെ കാലിനല്ലേ ഇതൊക്കെ ഉണ്ടായത്, നിന്റെ ഭാര്യയ്ക്കല്ലല്ലോ. ഇത് പറ്റിയിട്ടാണെങ്കിൽ എങ്ങനെടാ കാലിന് വേദന മാറുന്നേ? കർത്താവേ, മോന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. ഈ കുടുംബം നമ്മുടെ നടുവിലായിരിക്കുന്നത് ദൈവം ചെയ്ത വലിയ അത്ഭുത സാക്ഷ്യങ്ങളുമായിട്ടാണ്. ഈ ബ്രദറിൻ്റെ പേര് സുനിൽ കുമാർ, സിസ്റ്ററിൻ്റെ പേര് രാഗി. ബ്രദർ പറയുന്നത് 2023 മാർച്ച് മാസത്തിൽ ബ്രദറിന് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ദേഹം മുഴുവനും മുറിഞ്ഞു, പാദത്തിൽ വലിയൊരു പൊട്ടലുണ്ടായി. അത് പ്ലാസ്റ്റർ ഇടുവാനെ കൊണ്ട് ഇടയായി തീർന്നു. മെഡിക്കൽ കോളേജിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ജൂൺ മാസം വരെയും ആ പൊട്ടൽ ഊറിക്കൂടിയില്ല. ബ്രദർ പറയുന്നത് മെഡിക്കൽ കോളേജ് ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ കൂടാതെ ഇനി അത് സൗഖ്യമാകത്തില്ല, കമ്പി ഇടണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. എന്നാൽ ജൂൺ മാസത്തിൽ നമ്മുടെ മിറക്കിൾ സൺഡേക്ക് ഇവിടെ വന്നു. ബ്രദർ അങ്ങോട്ട് തന്നെ ഈ ബ്രദറിനോട് ആലോചന പറഞ്ഞു. കഴിഞ്ഞ വർഷം ജൂണല്ലേ? ബ്രദർ പറയുന്നത് അന്ന് മുതൽ ബ്രദറിന്റെ കാലിനകത്ത് ദൈവിക വിടുതൽ നടക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ ബ്രദർ ആയിരിക്കുന്നത് പരിപൂർണ സൗഖ്യത്തോടു കൂടിയാണ്. ബ്രദർ എന്നൊന്ന് പറ കേക്കട്ടെ, എന്തു സംഭവിച്ചു ബ്രദറിനെ? ഈ 2023 ചടയമംഗലത്ത് ആക്സിഡന്റ് ഉണ്ടായി. ചടയമംഗലത്ത് വെച്ച് ആക്സിഡന്റ് ഉണ്ടായി. എന്റെ കൈയും കാലൊക്കെ പോയത്. കാലൊടിഞ്ഞോ? എന്ത് സംഭവിച്ചു? കാലറ്റുപോയി. അറ്റുപോയി. ഇപ്പൊ എനിക്ക് സൗഖ്യമായി. കാലറ്റുപോയിട്ട് എന്ത് ചെയ്തു? നിങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ ചെയ്തോ? രണ്ടാം ഓപ്പറേഷൻ വേണം, കമ്പി ഇടണം, പിന്നും 6 മാസം കിടക്കണമെന്ന് പറഞ്ഞു. അവൻ നിന്ന് കരയുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും. അവന് ദൈവം ചെയ്തിരിക്കുന്ന ഉപകാരത്തിനൊന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഓപ്പറേഷൻ ചെയ്ത് കമ്പി ഇട്ടാൽ മാത്രമേ സുഖപ്പെടുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ഏത് കാലില ഓടിക്കൊണ്ടായിരുന്നു? കാണിക്കാവോ? സ്ഥലം ഒന്ന് കാണിക്കാവോ? അത് എവിടെയാ ഒടിഞ്ഞത്? ഈ കാൽപാദത്തിന് മനൊന്ന് എടുക്കടാ, അത് ഒന്ന് കാണിച്ചിടാ മോനെ, ഒന്ന് കാണിച്ച്. എൽ പോലെ ഇരിക്കുന്നത് അങ്ങനെയാ? അത് എങ്ങനെയാ ഒടിഞ്ഞിരിക്കുന്നത്? പാദമാണോ ഒടിഞ്ഞത്? എല്ല് പൊട്ടി. അപ്പൊ അത് ഡോക്ടർ പറഞ്ഞത് ഇനി കമ്പി ഇട്ടാൽ മാത്രമേ അത് ഊറിപ്പിടിക്കുകയുള്ളൂ, എല്ല് ഊറിപ്പിടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ അങ്ങനെയാ, കാൽപാദം ഒടിഞ്ഞു കഴിഞ്ഞ കമ്പി ഇട്ടാലേ ഊറി പിടിക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ആ ജൂൺ ഇവിടെ ഈ വിശ്വാസത്തിലായിരുന്നു, ഞാൻ മാത്രമേ ചർച്ചയുള്ളായിരുന്നു. ഇദ്ദേഹം വിശ്വാസത്തിലല്ലായിരുന്നു. ഞാൻ എന്നെ പള്ളി പോലും വിടത്തില്ലായിരുന്നു. എന്റെ നിർബന്ധപ്രകാരമാണ് ഇവിടെ ജൂൺ മാസം. സത്യത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് വിടത്തില്ലായിരുന്നോ? ഇല്ല, ഞാൻ വിടത്തില്ല. ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു? എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഇവിടെ വഴക്കും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് ഇഷ്ടമില്ലായിരുന്നു, വഴക്കും പറയുമായിരുന്നു? വഴക്കും പറയായിരുന്നു. അതിന്റെ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് ഇഷ്ടമില്ലാത്തതിന്റെ കാരണം എന്തുവാ? എനിക്ക് ഇതിന് വിശ്വാസമില്ലായിരുന്നു, താല്പര്യമില്ലായിരുന്നു. ഈ ക്രിസ്ത്യാനിയായി പോകുന്നൊരു ചിന്തയാണ്? അങ്ങനെയല്ല, എന്തോ എനിക്ക് എന്നോടൊരു ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ വന്നത് ഭാര്യയുടെ സിസ്റ്ററിന്റെ നിർബന്ധത്തിലാണ് വന്നത്. രണ്ടാമത് കമ്പി ഇടണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തിനെ പോയി കണ്ടു ഞാൻ. അപ്പം അദ്ദേഹം കമ്പിയിട്ട് കിടക്കുക. അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ മേലെ പോയി ദൈവത്തിനെ കണ്ടാ വന്നേന്ന് പറഞ്ഞു. അതായത് കമ്പിയിട്ട് കിടക്കുന്ന സമയത്ത് ദൈവത്തെ കണ്ടിട്ടാ വന്നേന്ന്. ഓക്കെ ഓക്കെ, അത്രയും വേദനയാന്ന് പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. അപ്പം രായി ഇവിടുത്തെ പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു നിങ്ങൾ കമ്പിയൊന്നും ഇടണ്ട, നമുക്ക് ചർച്ചിൽ പോകാൻ ബ്രദറിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. അന്ന് ഞാനും ഇവിടെ നിന്ന് ഇറങ്ങി. അനസ്തേഷ്യ ഡോക്ടർ എല്ലാം ചെയ്തതാ, ഓപ്പറേഷന് വേണ്ടി രണ്ടാമത് ഓപ്പറേഷന് വേണ്ടി എല്ലാ കാര്യം ചെയ്തു വെച്ചതാ. പക്ഷെ അങ്ങനെയാണ് എന്നെ ഇവിടെ ചർച്ചയിൽ കൊണ്ടിരുന്നത്. ചർച്ചയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ സീറ്റ് ആയിരുന്നപ്പോൾ എൻ്റെ കാലിലൊരു തണുപ്പ് അനുഭവപ്പെട്ടു. അപ്പം എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല. അന്ന് പ്രാർത്ഥിച്ചതിന്റെ അന്ന് കാലിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അതെന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, പിന്നെ എൻ്റെ അളിയൻ ഇവിടെ ഉണ്ട്. അപ്പൊ അളിയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ AC-ക്കകത്തുനിന്ന് ആ പൊട്ടലിനവിടെ മാത്രം ഇങ്ങനെ AC-യുടെ ഡോറിൻ്റെ അവിടെ വെക്കുമ്പോൾ ഒരു കാറ്റടിക്കുമല്ലോ, അതുപോലെ ഒരു കാറ്റ് കാലിൽ വന്നെന്ന് പറഞ്ഞു കേട്ടോ. AC-യുടെ ഡോറ് കാലിൽ വന്ന് അടിച്ചാൽ എങ്ങനെയുണ്ടാവും അതുപോലെ ആ പൊട്ടിയ ഭാഗത്ത് കർത്താവ് ഒരു തണുപ്പ് കൊണ്ടുവന്നു. അന്ന് ബ്രദർ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു നീ ഉടനെ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞു. അത് ഏത് മാസമായിരുന്നു പറഞ്ഞാൽ അറിയാം. പിന്നെ ഇവിടെ വന്ന് മിറക്കിൾ സൺഡേക്ക് വന്ന് പ്രാർത്ഥിച്ചത് ബ്രദർ ഇങ്ങോട്ട് പറഞ്ഞു ജൂലൈ 12-നകം നമ്മുടെ ജോലിയിൽ ഒരു മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ ജൂലൈ 12-നകം ജോലിക്ക് കടന്നു പോകാൻ പറ്റി. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇന്ന് നീ വിശ്വസിക്കുന്നു ജൂലൈ 12 മുമ്പ് ചില വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന കാല് ജൂണിൽ സൗഖ്യമായെന്ന് മാത്രമല്ല ജൂലൈ 12 മുമ്പ് തനിക്ക് ജോലിക്ക് കടന്നു പോകാനായി കഴിഞ്ഞു. ഇന്ന് എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അത്ഭുത ഉന്നത നാമമേ
ഉന്നത വല്ലഭ നാമമേ, അത്ഭുത ഉന്നത നാമമേ, ഉന്നത വല്ലഭ നാമമേ. എനിക്കായി മരിച്ചവനെ, എനിക്കായി ഉയർത്തവനെ, എനിക്കായി മരിച്ചവനെ, എനിക്കായി ഉയർത്തവനെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അതുപോലെ ഈ സിസ്റ്ററിനുണ്ടായ ഒരു അത്ഭുത സാക്ഷ്യം കൂടിയുണ്ട്. ആമേൻ. സിസ്റ്റർ പറഞ്ഞ യൂട്രസിനകത്തൊരു മുഴയുണ്ടായിരുന്നു. ഓക്കേ. ഡോക്ടർ പറഞ്ഞു യൂട്രസ് എടുത്തു കളയണം, ഇവർക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. യൂട്രസ് എടുത്തു കളയണം, ഇനി കുഞ്ഞുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് സിസ്റ്റർ 2022 ഡിസംബർ മാസത്തിൽ നമ്മുടെ മിറക്കിൾ സൺഡേക്ക് ഇവിടെ കടന്നു വന്നു. ബ്രദർ സിസ്റ്ററിനോട് അങ്ങോട്ട് തന്നെ ആലോചന പറഞ്ഞു, നിന്റെ യൂട്രസ് എടുത്ത് കളയേണ്ട വരുത്തില്ല, നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞു. സിസ്റ്റർ പറയുന്നത് വിശ്വാസത്തോടെ സിസ്റ്റർ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. പിറ്റേ മാസം സിസ്റ്റർ ക്യാരിയായി. എന്നാൽ ഡോക്ടർ ചെക്കപ്പിനിടയിൽ ഡോക്ടർമാർ പറഞ്ഞത് ആ പ്ലാസന്റിനയിൽ ബ്ലഡ് 50% ബ്ലീഡിംഗ് ആയി പോയി. ഈ കുഞ്ഞ് അബോഷനായി പോകും, പോയില്ലെങ്കിൽ തന്നെ ഈ കുഞ്ഞ് വൈകല്യമുള്ളതായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ സിസ്റ്റർ പറയുന്നത് ആരോഗ്യമുള്ള സൗഖ്യമുള്ള നമ്മുടെ നടുവിലായിരിക്കും. നമ്മുടെ കർത്താവ് മതിയായവരാണ്, യേശു മതിയായവരാണ്. അങ്ങനെ വിശ്വസിക്കുന്നവര് ഒന്നും കൂടെ ചുണയായി കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. അങ്ങച്ചാണോ പെങ്കച്ചാണോ? അനുഗ്രഹിക്കപ്പെട്ടൊരു മോളെ കൊടുത്തിരിക്കുക. ഒരു നല്ല കൈയൊടി കൊടുത്തേ കർത്താവിനെ. കർത്താവെ അനുഗ്രഹിക്കുന്നപ്പ. ശരി മോളെ.